ഇവിടെ ഞാൻ ഈ വലുപ്പത്തിലുള്ള 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ വലുപ്പത്തിൽ കനം കുറച്ച് ചെറുതായിട്ട് വേണം നിങ്ങൾ അരിയാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിത് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൈയും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അതങ്ങ് സ്ക്വീസ് ചെയ്യുക. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൈപ്പക്കയുടെ നീര് വരാൻ തുടങ്ങും. അപ്പം ഈ ഉപ്പ് പുരട്ടി വെക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയ്പ്പ് രസം കുറയാനായിട്ടാണ്. ഈ നീരിങ്ങനെ വരുമ്പോൾ കൈപ്പക്കയുടെ കുറേ കയ്പ്പങ്ങ് മാറിക്കിട്ടും. ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകണം കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ കയ്പ്പയ്ക്ക നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ പാവയ്ക്കൊക്കെ കയ്പ്പയ്ക്ക എന്നാ പറയാം. അപ്പം ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പാവയ്ക്കയുടെ ഒരു പകുതി കയ്പ്പെങ്കിലും മാറി കിട്ടും. ബാക്കിയുള്ള കുറച്ച് കയ്പ്പ് മാറാനായിട്ടുള്ളൊരു സൂത്രം ഞാൻ അത് കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ അധികം ചേർക്കാറില്ല ഈ ഒരു പ്രിപ്പറേഷന്. ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. പിന്നെ ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർക്കാം. അപ്പോൾ പാവയ്ക്കയിൽ വെള്ളം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ സൂക്ഷിക്കണം. അപ്പോൾ വെള്ളം ഒന്ന് വാലാൻ വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കുവാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പുറത്ത് വെയിലത്ത് കൊണ്ട് വെച്ചാലും മതി. അപ്പോൾ വെള്ളം ഒന്ന് മാറി കിട്ടും. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഇപ്പോൾ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിക്ക് നല്ല കളർ കിട്ടും. അത്രയ്ക്ക് എരിവ് ഉണ്ടാവില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധാരണ മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിട്ട് ചേർക്കുക. നമ്മൾ പച്ചമുളക് മുമ്പ് ചേർത്തുണ്ടേ. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർക്കരുത്. തീ നന്നായിട്ട് കുറച്ചിട്ടേ പൊടികളൊക്കെ ചേർക്കാവൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു ചെറിയ തീയിൽ ഒരു 15-20 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. തുറന്നു വെച്ചിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. നമ്മൾ എണ്ണയിൽ ഇങ്ങനെ കയ്പ്പയ്ക്ക വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്പയ്ക്കയുടെ കയ്പ്പിന് ഇത്തിരി കുറവുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണയിൽ ഇങ്ങനെ കയ്പ്പയ്ക്ക വഴറ്റി കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വഴറ്റി കൊടുക്കണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് കയ്പ്പയ്ക്കയുടെ ഫുൾ കയ്പ്പ് അങ്ങ് മാറി കിട്ടുന്നു നിങ്ങൾ വിചാരിക്കരുത്. ഭയങ്കരമായിട്ടുള്ള കയ്പ്പ് നമ്മൾ ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറി കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർക്കാം. ഞാനിത് ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചതാണ്. ഈ പുളിവെള്ളം ഒന്ന് തിളക്കട്ടെ. പാൻ ചൂടായി കിടക്കണോണ്ട് പെട്ടെന്ന് അങ്ങ് തിളച്ച് വരും. അത് ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്നങ്ങ് തിളച്ചോളും. ഞാനിതിൻ്റെ ഉപ്പ് നോക്കിയപ്പം ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉലുവപ്പൊടി ചേർക്കാം. കുറച്ച് മതി കേട്ടോ. കാരണം ഉലുവയ്ക്ക് ഒരുപാട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉലുവയ്ക്ക് ഒരു കയ്പ്പ് രസം ഉണ്ടല്ലോ, ഇങ്ങനെയായിട്ട് കയ്പ്പ് ഉണ്ടായിപ്പോവും. ഓൾറെഡി നമ്മുടെ പാവയ്ക്കൊക്കെ കയ്പ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു പിഞ്ച് ചേർത്താൽ മതി, ജസ്റ്റ് ഒരു ഫ്ലേവറിന്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാം. പെട്ടെന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ ഒരു പുളിയും കയ്പ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഈ ശർക്കര ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിക്കാം. ഇവിടെ കെറ്റിലുള്ളതുകൊണ്ട് കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചാണ്. അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ ഇതിൽ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ പരിപാടി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി ഇതിന്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ഇത് ഒരു ദിവസം നമ്മൾ പുറത്ത് വെക്കുക, ഫ്രിഡ്ജിൽ വെക്കരുത്. അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കാവൂ. കയ്പ്പയ്ക്കാന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കി നോക്കാണ്ടിരിക്കരുത്. ഇതിന് ഇത്തിരി പുളിയും എരിവും ചെറിയ കയ്പും ഒക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അപ്പം ഇത് എനിക്ക് അത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല, പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ചോറും ഇതും മാത്രമായിട്ട് കഴിച്ച ദിവസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പം വീണ്ടും മറ്റൊരു അടിപൊളി ഡിഷായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ.